എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബ്രസീലിലാണ്. ഞാൻ ഒരു ലോങ് ട്രിപ്പിലായിരുന്നു. ഇന്നലെ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 ദിവസമായി. ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. ഇന്നലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നെക്സ്റ്റ് ഡേ ഉച്ചയായി. ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 1000 കിലോമീറ്റർ വഴി തെറ്റിയിട്ട് ലാസ്റ്റ് ഒരു ട്രക്കിൽ കയറി എവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്ന് മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒബ്രിഗാദ പാവ ആളാണ്. കുറേ നേരം ഞാൻ അവിടെ നിന്നു, 1/2 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നു. എന്നിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. ഇപ്പം ആളെന്തായാലും മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. ഞാൻ നേരത്തെ മുന്നേ ഉണ്ടായ ട്രക്കിൽ വഴി തെറ്റിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഉള്ളിലേക്ക് പോയി ഞാൻ സ്റ്റക്ക് ആയതാണ്. ആ പുള്ളിക്കാരൻ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വഴി മുകളിലേക്കാണ് ആൾക്ക് കയറേണ്ടത്. എനിക്ക് സ്ട്രെയിറ്റാ പോകണം. അയ്യോ, എന്തോ ഒരു സാധനം ചത്തെടുക്കുന്നുണ്ടല്ലോ വഴിയിൽ. ഓ സീന്. ഓ എന്തോ കീരി എന്തോ പോലെ, എന്തോ മങ്കൂസ് എന്തോ ഒരു സാധനം കേട്ടോ. നമുക്ക് എന്തോ ഒരു സാധനമാണ് ചത്തെടുക്കുന്നത്. അതിനെ കാണിക്കുന്നില്ല ഇതിൽ. എന്തോ കാട് ഏരിയയാണ്. അപ്പോൾ എന്തോ ഒരു ടൈപ്പ് മനസ്സിലുള്ള കീരി എന്നല്ല, വലിയ എന്തോ ഇതാണ്. ഇതുവരെ കാണാത്തൊരു മൃഗം. കുറുക്കനാണോ? കുറച്ച് വലിയ സൈസുള്ള മൃഗമാണ്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എങ്ങനെ അവർ ലിഫ്റ്റ് തരാം? ഇവിടെ നിർത്താൻ സ്ഥലം, അത് ഞാൻ ആലോചിക്കണത്. ഞാനിപ്പോൾ ഈ മരിങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ. ഞാൻ ആളോട് ചോദിച്ചാൽ പോസ്റ്റായിട്ട് തിരിച്ച് ഞാൻ ആ വഴി തന്നെ പോയിട്ട് ഇരട്ടി കറങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് രാത്രി ആകുമ്പോഴേ ഞാൻ അവിടെ എത്തുമോ തന്നെ എനിക്കറിയില്ല. ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാണ് ഇവിടെ കയറിയാട്ടോ നടക്കുന്നത്. കാരണം വണ്ടികളപ്പുറം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെ ഇത് ഞാൻ നടക്കുക ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിർത്താൻ പോലും സ്ഥലമില്ല കേട്ടോ. കാറിന് പോലും നിർത്താൻ സ്ഥലമില്ല. ഇത് ഞാൻ നടക്കുന്നത്. ഇത് നടക്കാൻ പാടുണ്ടോയെന്നല്ല എനിക്കറിയില്ല. ആ പുള്ളിക്കാരൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തേ. ഞാൻ എന്താക്കാനാ? എനിക്കൊണ്ട് ഈ ഒരു ടേണിങ് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും നിർത്താനുള്ളതെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നത്. അവിടുന്ന് കുറേ നടന്ന് ഞാനിതാ ഇപ്പം മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് എനിക്ക് ലിഫ്റ്റ് അടിക്കാനായിട്ട്. നല്ല വലിയ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെയും നിർത്തിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ലെറ്റ്സ് സീ. ഞാനിവിടെ ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ നേരമായിട്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടിയില്ല. അവിടെ ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇപ്പം ഏകദേശം 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായിട്ട് എനിക്ക് ഒരു വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിവിടെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. 3 മണിക്കൂർ നിന്നിട്ടാണ് എനിക്കിപ്പോൾ വണ്ടി കിട്ടിയത്. ഓ സത്യസമാധാനം. അത് ആള് ആ വഴിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ വണ്ടിയിൽ ലിഫ്റ്റ് തന്നെ കിട്ടിയത് കേട്ടോ. സീരിയസ്ലി ഞാൻ 3 മണിക്കൂറാണ് ഞാൻ റോഡിൽ നിന്നത്. എൻ്റെ കൈയും കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. ലിഫ്റ്റ് അടിച്ച് സീരിയസ്ലി ഈ കൈയൊക്കെ വേദനത്ത് കുറേ ഞാൻ നടന്നു. 2-3 കിലോമീറ്റർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ വെള്ളവും തീർന്നിരിക്കുമായിരുന്നു. എല്ലാം തീർന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടെ. അയ്യോ എന്താ ചെയ്യേണ്ടത് അറിയണ്ടായില്ല. ഇത് ആക്ച്വലി ആ പുള്ളിക്കാരൻ രാവിലെ ഇതുവഴി കറക്കിയിട്ടാണ്. ഇതുവഴി ഒന്നും എനിക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ല. ഞാനിപ്പോൾ ആ മെയിൻ റോഡിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടാണ്. ഇത് മെയിൻ റോഡാണ്, പക്ഷെ എനിക്ക് പോകേണ്ട മെയിൻ റോഡല്ല. എനിക്ക് പോകേണ്ട മെയിൻ റോഡിലേക്ക് ഞാൻ എത്തണം. ആ റോഡ് ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല. രാവിലെ തൊട്ട് 420 കിലോമീറ്റർ പോയിട്ട് പിന്നെ 500 കിലോമീറ്റർ. ഇപ്പം വീണ്ടും 430 കിലോമീറ്റർ ഇനി ബാക്കിയുണ്ട്. ഓബ്രിഗാദ. പുള്ളിക്കാരൻ എനിക്ക് വെള്ളവും പിന്നെ ഒരു സ്നാക്കും മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിശന്നിരിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു പുള്ളീൻ്റെ അടുത്ത് എവിടെയാണ് കഴിക്കാൻ എന്താ കിട്ടാന്ന് ചോദിച്ചപ്പോൾ ആള് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. എനിക്കിതാ ഇവിടെ ഓൾറെഡി വേറെ ഒരു സ്നാക്കും പിന്നെ 2 ബിസ്ക്കറ്റും മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒബ്രിഗാദ. നോക്ക്, വെള്ളം മേടിച്ചു തന്നിട്ടുണ്ട്. ആള് ഓൾറെഡി എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എൻ്റെ അടുത്ത് എവിടെ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ മുന്നേ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത വീഡിയോ ഇല്ലേ പോർച്ചുഗീസിൽ, അത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ കൂടെ വീഡിയോ എല്ലാം എടുത്ത്. ഞാൻ എത്ര 3 മണിക്കൂർ അവിടെ നിന്നത്. 3 മണിക്കൂർ നിന്നപ്പോൾ ഞാൻ ചത്ത്. വണ്ടി നോക്ക് പുള്ളിക്കാരൻ്റെ എന്താ അടിപൊളിയാണ്. ഭയങ്കര വലുത്, വേറെ ഷേപ്പ്, ഞാൻ കാണാത്തൊരു വണ്ടി. ഇതേത് വണ്ടി എനിക്ക് തന്നെ അറിയില്ല ഇതേതാ വണ്ടിന്ന്. പഴയ ഏതോ ഫോർഡ് വലുത്. പോയിനോ അടിപൊളിന്ന്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്ക്, ഭയങ്കര വലുതും മാത്രമല്ല വേറെ ഷൈപ്പും. ഇവിടെ നോക്ക്, ബോണറ്റൊക്കെ ഇത്രയും വലിയ ബോണറ്റൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത്ര ഹൈറ്റിൽ. പഴയ ഏതോ വണ്ടിയാ. ഭയങ്കര അടിപൊളി വണ്ടി കേട്ടോ. കണ്ടോ, നീളം തന്നെ കണ്ടോ, ഭയങ്കര രസമുണ്ട്. അടിപൊളി വണ്ടി. ഓക്കെ, obrigada. Say adios. Ciao.
ഇയാളിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാനാണ് പറഞ്ഞത്. എനിക്ക് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. ഒരു 12 കിലോമീറ്റർ കൂടുതൽ പോകാനുണ്ട്. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആളെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇവിടെ ആണെങ്കിൽ വണ്ടി നിർത്തുമെന്നാണ് ആൾ പറഞ്ഞത്. നോക്കി നോക്കാം. ഇവിടുന്ന് ആ ഒരു മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അധികം വണ്ടികളൊക്കെ പോകുന്നുള്ളത്. പക്ഷെ ഇവിടുന്ന് കിട്ടാനും കുറച്ച് പാടുണ്ട്. എന്നാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ നിർത്താനായിട്ട്. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഇന്ന് 3 മണിക്കൂറാണ് ഞാൻ അവിടെ നിന്നത്. ഇനി ഇവിടെ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും എന്നറിയില്ല. ചില സമയത്ത് 2 മിനിറ്റ് 5 മിനിറ്റിൽ തന്നെ കിട്ടും വണ്ടി. ചില സമയത്ത് കിട്ടുകയില്ല. ഇതിപ്പോ മെയിൻ ഒരു സിറ്റിയിലേക്ക് പോകുന്നൊരു ഇതാണ് കേട്ടോ. ഓൾറെഡി ഒരു ചെറിയ ടൗണുമാണ്. ഒരു 10 മിനിറ്റ്സിൽ തന്നെ അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് അടുത്ത ഒരു മെയിൻ ടൗണിന്റെ തൊട്ട് മുന്നേ വരെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പോകണം. ഇവിടെ മെയിൻ ടൗണിലാണ് നിർത്തിയിട്ടുള്ളത്. എനിക്കിനൊരു 1-2 കിലോമീറ്റർ നടന്നിട്ട് മെയിൻ ഹൈവേയിൽ എത്തണം. എന്നാലായിരിക്കും ലിഫ്റ്റ് കിട്ടുള്ളൂ. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ലിഫ്റ്റ് ഒന്നും കിട്ടാണ്ട് ഞാനിതായി ചെളിയിലൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ അവിടെ മുന്തിരിക്ക വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് എനിക്കിത് തന്നു. ഭയങ്കര സ്നേഹം. ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇതെനിക്ക് തന്നത്. ഞാനപ്പോൾ മുന്തിരിക്കയും കഴിച്ചുകൊണ്ട് നടക്കുവാണേ. ഇടയ്ക്ക് തോന്നും ഭയങ്കര അടിപൊളി ആൾക്കാരാണെന്ന്. എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് കിട്ടാത്തത് ഇപ്പോൾ ഒരു ടൗൺ ഏരിയ ആണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്രൈം റേറ്റ് ഒക്കെ ഹൈ ആണ്. അപ്പോൾ അവർക്ക് പേടിയായിരിക്കും ലിഫ്റ്റ് തരാനായിട്ട്. ആരാണ് എന്താണ് ഡീറ്റെയിൽസ് ഒന്നും അറിയാണ്ട്. അതുകൊണ്ടായിരിക്കുള്ളൂ. അല്ലാണ്ട് ആൾക്കാരല്ല ഭയങ്കര അടിപൊളിയാണ്. കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സൺസെറ്റ്. ഈ പുള്ളിക്കാരൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ച് നേരം കഴിയുന്ന സമയത്ത് അവിടെ തന്നെ ഹൈവേയിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. അവിടെ ഞാൻ കുറേ നേരം നിന്ന് കേട്ടോ. എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നേ ഉണ്ടായില്ല. കാരണം ഇങ്ങനെയുള്ളൊരു ചെറിയ ടൗണിലാകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് കിട്ടൂല. ആ പുള്ളിക്കാരൻ എന്നെ ഇവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസൊക്കെ ഉണ്ട്. ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊടുന്നാക്കിയിട്ടില്ല കേട്ടോ. നല്ല രസമുള്ള ഒരു പൂവൊക്കെ കാണുന്നുണ്ട്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം. ഇന്ന് തലവേദനയും ചെവിവേദനയും എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കാറ് വല്ലതും കിട്ടി നേരെ അവിടെ വരെ എത്തിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. ഞാനിവിടെ ഈ ഒരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരനാണെങ്കിൽ ഇയാളിവിടെ എവിടെയോ നിർത്താന്ന് പറയണേ. ഇയാൾ ഓരോ ട്രക്സും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഞാൻ പേടിച്ചാണ് ഇതിലിരുന്ന്. പുറത്ത് കണ്ടോ മൊത്തം ഫോഗ്, ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഫുൾ ഫോഗായിട്ടുള്ളത്. ഞാനിത് ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുവാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടാൻ. കാരണം പകല് തന്നെ ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിച്ചാൽ ലിഫ്റ്റ് കിട്ടൂല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേണിങ് ഉള്ളതാണ്. മറ്റേ പുള്ളിക്കാരൻ ഇതുവഴിയാണ് പോയിട്ടുണ്ടായത്. ഓൾറെഡി അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പകുതി സമാധാനമായത് അയാൾ ഓരോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഇരുന്നിട്ട്. സോ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കസ്കവേൽ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. കസ്കവേലിലേക്ക് ഒരു 180 കിലോമീറ്റർ എന്തോ ആണുള്ളത്. പിന്നെ അവിടുന്ന് വീണ്ടും 100 സംതിങ് ഉണ്ട്, 150 എന്തോ ഉണ്ട്. എനിക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫോഗ് വിട്ടിട്ടുണ്ട്. താഴെ വെച്ചേക്കാണ്. ഓൾറെഡി അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കല്ല. അവിടെ മൊത്തം ക്ലൗഡിയാണ്, ഫോഗായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഫോഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിലത്തൊക്കെ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ ഗ്രാസൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കും കേട്ടോ. ഞാൻ ഒടുക്കത്തെ ടയേർഡാണ്. ഞാൻ തീരെ വയ്യ, മിണ്ടാൻ പോലും പറ്റില്ല. നല്ല പണിയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുക എന്ന് പറയണത് ഈസി അല്ല. സേഫ്റ്റി എന്താവും എന്ന് എനിക്കറിയില്ല. ഇവിടെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഈ നേരത്ത് ഞാനല്ലാണ്ട് ഈ ഏരിയയിലൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ശല്യപ്പെടുത്താൻ പോലും ആരുമില്ല, മൃഗമായിട്ടും മനുഷ്യനായിട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് സേഫാണോയെന്ന് ചോദിച്ചാൽ സേഫാണെന്ന് വിചാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിന്നൊരു ട്രക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് വേണം എനിക്ക്, വേറെ ട്രക്കോ വണ്ടിയോ ഏതെങ്കിലും ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഒരു പെട്രോൾ പമ്പിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ സേഫായിട്ടിരിക്കാം. ഇതിപ്പോൾ ഞാൻ നടന്നാലും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ട് നടക്കാനും പറ്റൂല. പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ ബസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് തൊട്ടടുത്ത് ലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം എത്തുകയെന്ന് പറഞ്ഞാൽ അവിടെ എത്താനും പറ്റൂല. ഞാനാകെ കുടുങ്ങിയ അവസ്ഥയാണ്, സ്റ്റക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ. അങ്ങനെ അവർ നിർത്തുമില്ല. കാരണം ഇവിടെ അവർക്ക് പേടിയായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളൊരു കൺസേൺ അവർക്ക് ഉണ്ടാവും. അവിടെ വരെ നടന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്.
കാരണം അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു റോഡ് അപ്പുറത്തേക്ക് കയറാനായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇവിടെ അവർക്ക് നിർത്താനും ബുദ്ധിമുട്ടായിരിക്കും. ട്രക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിർത്താൻ പാടാം. ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുള്ളൂ. കാരണം അവർ പേടിച്ചിട്ട് നിർത്താണ്ടിരിക്കും. ഇതാരാണ്, രാത്രി എങ്ങനെ ഇവിടെ എത്തി, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ വന്നു എന്നൊക്കെ ആലോചിച്ച്. സമയം 7 മണി ആയിട്ടുള്ളൂ കാര്യം. പക്ഷെ 7 മണിയാന്ന് പറഞ്ഞിട്ടല്ല, ഭയങ്കര കൂരാക്കൂരി ഇരുട്ടാണ്. നമ്മളെ നാട്ടിൽ രാത്രി ഒരു 10 മണി പോലെയാണ് ഇവിടുത്തെ 7 മണി. കാരണം ഇവിടെ 7 മണിയാകുമ്പോഴേക്കും മൊത്തം ഇരുട്ടാവും. കാറൊന്നും എന്തായാലും ലിഫ്റ്റ് തരൂല, ട്രക്കാണ് ലിഫ്റ്റ് തരാനുള്ള ചാൻസ്. പക്ഷെ അതും രാത്രി ആയതുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും. അവിടെ കണ്ടോ മൊത്തം ഫോഗ് മൂടിയിരിക്കുകയാണ്. ഫോഗ് മൂടിയതുകൊണ്ടാണ് ഇങ്ങനെ. അവിടെ കണ്ടോ ആ ലൈറ്റ് കണ്ടോ, ആ ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ബ്ലറായിട്ടിരിക്കുന്നത് ഫുള്ള് വെള്ള കളർ. ആ വെള്ള കളർ മൊത്തം ഫോഗാണ്, കംപ്ലീറ്റ് ഫോഗ്. നല്ല തണുപ്പും അടിക്കുന്നുണ്ട്. അങ്ങനെ ഫോഗ് മൂടിയോണ്ട് അവിടുത്തെ പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് വരുന്ന വണ്ടികളുടെയൊക്കെ ലൈറ്റ് കണ്ടോ ഫുൾ ബ്ലറായിട്ടിരിക്കുന്നത്. ഫൈനലി എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. കുറേ അപ്പുറേ കൊണ്ട് നിർത്തിയത്. ഒരൊറ്റ ഓട്ടോ ഓടി. ട്രക്കാണ്. അയ്യോ സന്തോഷം കൊണ്ട് ഞാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. ത്രോട്ട് പെയിൻ എല്ലാം അവിടെ ആയിട്ട്. ഓവറിയാതോ സേ നല്ല ആളായിരിക്കും എന്ന് വിചാരിക്കണ. കുഴപ്പമൊന്നുമില്ല. ഞാനില്ലേ ലിഫ്റ്റ് അടിക്കുന്നത് എങ്ങനെയായിരുന്നു അറിയോ? ചെറിയ ബാഗ് താഴെ വെച്ചിട്ട് ഫുള്ള് കയ്യും കാലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തൂല. അയ്യോ ഞാൻ എത്ര നേരം നിൽക്കുന്നറിയോ? ഓൾമോസ്റ്റ് ഒരു 1 hour തണുപ്പിൽ ആരും ഇല്ലാണ്ട് ഇരുട്ടത്ത് ഒരു ലൈറ്റ് തോന്നില്ലാണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കേട്ടോ. എന്താ ലിഫ്റ്റ് കിട്ടിയല്ലോ. കസ്കവേൽ വരെ പോകണമെന്ന് തോന്നുന്നു. കസ്കവേലിൽ നിന്ന് എന്തോ പറഞ്ഞത്. എവിടെയായാലും കുഴപ്പമില്ല. ഇപ്പം സമയം 11:15 ആയിട്ടുണ്ട്. ഞാനിതാ കസ്കവേൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല തണുക്കുന്നുണ്ട്, നല്ല മഴയായിരുന്നു. മഴ ഇപ്പോഴും ഒരു ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ അങ്ങനെ ഇല്ല. സോ ഇവിടെ നിന്ന് ഇനിയൊരു 2 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫോസിഗാസ് എത്തും. പക്ഷേ ഈ സമയത്ത് ലിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര പാടാണ്. ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫോണും പിടിച്ചുകൊണ്ട് ലിഫ്റ്റ് അടിക്കാൻ ഭയങ്കര പാടാണ്. ഒറ്റ റോഡാ സ്ട്രൈറ്റ്. ഞാനിത് അവിടെ ലിഫ്റ്റ് അടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായേ. നല്ല തണുപ്പുണ്ട്. ഞാനിതൊക്കെ ഇട്ട് കവർ ചെയ്തേക്കുവാണ്. എനിക്ക് ചെവിയെല്ലാം ഭയങ്കര ഫ്രീസായി തണുത്ത് ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രക്സ് മാത്രമേ ഇടയ്ക്ക് പോകുന്നു. കാർ എന്തായാലും നിർത്തൂല. വണ്ടി പോകുമ്പോൾ കൊടുക്കത്തെ കാറ്റ് മാത്രമല്ല ഭയങ്കര തണുപ്പാണ്. തണുത്ത കാറ്റ്. പിന്നെ ഈ മഴ പെയ്തിട്ട് റോട്ടിലൊക്കെ വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ മേത്തേക്ക് അടിക്കുക. ഇപ്പോൾ 12 മണി കഴിഞ്ഞ്. രാത്രി നട്ടപ്പാതിരക്ക് ഞാൻ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കണത്. തൊട്ടപ്പുറേ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, റൈറ്റിക്കും സ്ട്രെയിറ്റിക്കും ലെഫ്റ്റിക്കും ഒക്കെ ഉള്ളത്. സോ ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ട് 1 കിലോമീറ്റർ ഉണ്ട്, നടന്ന് പോയാലോ എന്നാണ്. ഇപ്പം ഇവിടെ വണ്ടി നിർത്താനുള്ള സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിന്ന് ആ റോഡ് കയറി കഴിഞ്ഞാൽ ഫോസിഗാസിലേക്ക് പോകാനുള്ള സ്ട്രെയിറ്റ് റോഡാണ്. വേറെ എക്സ്ട്രാ റോഡൊന്നുമില്ല. അതിനെ ആലോചിക്കുന്നത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ഇവിടെ നിൽക്കണോ അവിടെ പോകണോന്ന്. ഇവിടെ നിന്നിട്ട് വണ്ടി എന്തായാലും നിർത്തുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വണ്ടി നിർത്തിയാൽ റൈറ്റിക്കും ലെഫ്റ്റിക്കും ഒക്കെ കുറേ ഡൈവേഴ്ഷൻ ഉണ്ടാവും. അങ്ങോട്ട് പോകണ വണ്ടിയാണെങ്കിലോ സ്ട്രെയിറ്റ് പോയി നടന്നാലോ അല്ല രണ്ടും കൽപ്പിച്ച് സ്ട്രെയിറ്റ് നടക്കാമല്ലേ. നടക്കാൻ എൻ്റെ ബാഗ് ഞാനിത് അവിടെ എവിടെയോ വെച്ചിട്ടുള്ളത്. നമുക്ക് 2 ബാഗ് കൂടെ ഏറ്റി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തം നനയുന്നുണ്ട്. ഞാൻ ഇത് ഫ്യൂൽ സ്റ്റേഷനാണോ എന്താ ഫ്യൂൽ സ്റ്റേഷനാണെന്നാണ് ഞാൻ തോന്നുന്നത്. അങ്ങോട്ട് കയറി നിൽക്കാൻ വേണ്ടി പോകാൻ. മഴയത്തോടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കൽ എളുപ്പമല്ല. റെയിൻകോട്ട് ഉണ്ട്. റെയിൻകോട്ട് ഇട്ടിട്ട് അതിൽ ലിഫ്റ്റ് അടിക്കുന്ന ഈസി അല്ല. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി പോവാണ്. നല്ലത് കൊണ്ടോ ഫുള്ള് നനഞ്ഞിട്ട് എൻ്റെ ജാക്കറ്റൊക്കെ മൊത്തം നനയുന്നുണ്ട് കേട്ടോ. ബ്രസീൽ വലിയ കൺട്രി ആയതുകൊണ്ട് തന്നെ
ഓരോ ഏരിയയിൽ ഓരോ വെതറാണ്. ചില സൈഡിൽ ചൂട്, ചില സൈഡിൽ വിൻ്റർ, ഓരോ സൈഡും ഓരോ പോലെയാണ്. ഇവിടെ ഇപ്പോൾ മഴയും വിൻ്ററുമാണ്. അവിടെ എവിടെയെങ്കിലും ഫ്യൂൽ സ്റ്റേഷൻ തന്നെയാണ്, പക്ഷേ എല്ലാം ക്ലോസ്ഡായി കിടക്കുക, ഓപ്പൺ ഒന്നുമല്ല, മൊത്തം ക്ലോസ് ചെയ്തിട്ടുള്ളത്. കുറേ ട്രക്സൊക്കെ നിൽക്കുന്നു. ട്രക്സ് എല്ലാം ഫുൾ ഉറങ്ങാൻ തോന്നുന്നു ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ. ഞാൻ വാഷ്റൂമിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വാഷ്റൂം രണ്ടും ക്ലോസ്ഡ് ആണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു മനുഷ്യനില്ല. 1-2 ഡോഗ്സ് അല്ലാണ്ട് ഇവിടെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തിൻ്റെയൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലാണ്ട് ആൾക്കാരുടെ സൗണ്ടോ ഒന്നുമില്ലാതെ ഇവിടെ ട്രക്സ് എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി പോകണ്ട. ഇവിടെ ഓൾറെഡി ഒരു മാറ്റ് കിടക്കുന്നുണ്ട്. മാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മറ്റേ കാർഡ്ബോർഡിൻ്റെ ഒരു സാധനം. അപ്പം ഞാൻ ഇവിടെ എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ്. സേഫ് ആണെന്ന് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, മൊത്തം നനഞ്ഞിരിക്കുവാണ്. നനഞ്ഞോണ്ട് അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി തണുപ്പാണ്. ഇതിട്ടിട്ട് കൂടുതൽ തണുക്കുക എനിക്ക് ചെയ്യുന്നത്, നനഞ്ഞിരിക്കുന്നതുകൊണ്ട്. ഞാൻ സ്ലീപ്പിംഗ് ബാഗും ലൈറ്റായിട്ട് നനഞ്ഞിട്ടുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാഗെല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഫോണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ആ ബാഗിൻ്റെ ഉള്ളിലുണ്ട്, അതടുത്ത ടാസ്ക്. സേഫാന്ന് വിചാരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ താമസിക്കാൻ റൂം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വരുന്ന വഴിക്കന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു സാധനങ്ങളും ഇല്ല. ഒരു കടയോ വീടോ ഒന്നുമില്ല ഇവിടെ. ലൈക്ക് ഒരു ഹൈവേ ഉണ്ടെങ്കിൽ ഹൈവേ ഉണ്ടാവും, വണ്ടികളും ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതാണ്, ഇടയ്ക്കൊരു ടൗൺ വന്നാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് എനിക്ക് ആകെ 129 കിലോമീറ്റർ പോകാനുള്ളൂ. പക്ഷെ അത് വണ്ടി കിട്ടണമെങ്കിൽ നല്ല മഴയാണ്. ഈ മഴയത്ത് ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടില്ല. രാവിലെ വരെ ലിഫ്റ്റ് അടിക്കണം. അതിലും ബെറ്റർ ഞാനിവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടക്കുന്നത്. ഉറങ്ങാനൊന്നും പറ്റുന്ന എനിക്കൊരു ഉറപ്പില്ല. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഹാമൊക്കെ കിടന്നിട്ട് തണുപ്പായിട്ടും, ഹാമൊക്കെ കിടന്നുകൊണ്ടല്ല തണുപ്പായിട്ടും. ഇവിടെ നല്ല തണുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. 1 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. എന്തായാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വെളിച്ചം വരും. അപ്പോൾ ഒരു 6 മണി വരെ അവിടെ കിടന്നിട്ട് പോവാമെന്ന് വിചാരിച്ച്. ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുള്ളു. ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളെപ്പോലും കാണുന്നില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോഗ്സ് മാത്രം. വാഷ്റൂം എല്ലാം ക്ലോസ്ഡും. യൂഷ്വലി റൂം എടുക്കാറില്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്ന് റൂം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് അവസ്ഥ. റൂമൊന്നുമില്ല. ഈവൻ ഹോസ്റ്റല്, ഹോട്ടല് കാര്യങ്ങളൊന്നും കാണുന്നുണ്ട് കുറേ ദൂരെ. ഓൾറെഡി 100 കിലോമീറ്റർ അപ്പുറം. 100 കിലോമീറ്റർ പോകാൻ പറ്റാണ് എനിക്ക് നേരെ അങ്ങോട്ട് പോയപ്പോഴേ. ഗുഡ് മോർണിംഗ്. ഞാൻ അവിടെ കിടന്നു സ്ലീപ്പിംഗ് ബാഗിൽ, തണുത്ത് വറച്ച് ഫ്രീസായി ഞാൻ. പിന്നെ കുറച്ച് മഴ പോലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴത്തെ മഴയാണ്. രാവിലെ ആയിട്ട് നോക്കിയേ, രാവിലെ തന്നെ വെളിച്ചമൊന്നുമില്ല, ഇരുട്ടാണ്. സ്റ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനിവിടെ ഫ്യൂൽ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ ചോദിച്ചോട്ടെ എന്താണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഇവിടുന്ന് വെള്ളം മേടിച്ചിട്ട് കുടിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇവരോട് തന്നെ ചോദിച്ചോട്ടെ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇനിയും മഴ നനഞ്ഞ് അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ടിട്ട് ലിഫ്റ്റ് അടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് എൻ്റെ സ്ലീപ്പിംഗ് ബാഗൊക്കെ പാക്ക് ചെയ്യട്ടെ. ഇവിടെ ഉണ്ടോ ചെളി, കേരളം പോലെ. കേരളത്തിലിപ്പം മഴയല്ലേ, ഇവിടെ അതേപോലെ ഫുള്ള് ചെളിയായിട്ടുണ്ടേ. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ വണ്ടികൾ വരുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ടിട്ട് തന്നെ ഞാൻ അപ്പുറം പോയിട്ട് ട്രൈ ചെയ്യൂട്ടോ. ലെറ്റ്സ് സീ, നോക്കാം. എന്തായാലും എനിക്ക് സ്ലീപ്പിംഗ് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ഞാനിത് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഒരു ഡോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോഗിന് ഞാനിവിടെ ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ഡോഗാണ്. ഇപ്പോൾ ഭയങ്കര സ്നേഹത്തോട് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. കഴിച്ചോ. ഞാനും ബിസ്ക്കറ്റ് തന്നെയാണ് കഴിച്ചത്. അവിടെ വെള്ളം റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നേ, ഞാൻ കണ്ടില്ലായിരുന്നു. വെറുതെ പോയി ഞാൻ മേടിച്ച്. കഴിച്ചോ. നിൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ടായിരുന്നല്ലോ, അവരാരെയും കാണാനില്ലല്ലോ. നല്ല കാറ്റ് രാവിലെ തന്നെ. വെയിൽ വന്നാൽ മതിയായിരുന്നു. ലൈറ്റായിട്ട് ഇങ്ങനെ വെയിൽ വരുന്ന പോലെ ഉണ്ട്. പോകുന്ന വഴിയുണ്ട്, നേരെ മുന്നിലുള്ള വണ്ടികൾ പോലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. മൊത്തം ഫോഗാണ്. ഇങ്ങനെ വാട്ടർഫാൾ പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾ കാണുക പോലും ഇല്ല. നേരെ മുന്നിലുള്ള വണ്ടികൾ തന്നെ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ വെതർ നോക്കിയപ്പോൾ മൊത്തം മഴയാണ് കാണിക്കുന്നത്. വെയിലൊന്നും വരുന്നതേ കാണാനില്ല.
നാളെ ചെറുതായിട്ട് വെയിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല. ഇനി 81 കിലോമീറ്റർ ഉണ്ട് ഫോസിഗാസു. ഈ ഫോസിഗാസു എന്ന് പറയുന്നത് അർജന്റീനേൻ്റെയും പരഗ്വായിൻ്റെയും ബ്രസീലിൻ്റെയും ബോർഡറിലാണ്. ഈ 3 രാജ്യത്തു കൂടാണ് ഇത് വിഭജിച്ച് കിടക്കുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും ഒരേ കളറാണ്, വെള്ള കളറ്. ഞാൻ ഫോസിഗാസുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് നിൽക്കുന്നത്. അപ്പം ഞാനിതവിടെ എന്തോ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഒരു ചൊയയില്ല അതിന്, ഒരു ടേസ്റ്റും ഇല്ല. ഭയങ്കര ഉപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ ചീസ് ഉണ്ട് ഇതിൽ, ചീസിൻ്റെ ഉപ്പാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തരും, ഇതിലവർ ടിക്ക് ചെയ്യുന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സാധനം തന്നിട്ട് കേട്ടോ. തീരെ എനിക്ക് പറ്റിയില്ല, പക്ഷെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നതാണ്. ഫൈനലി ഞാൻ ഫോസിഗാസുവിൽ എത്തിയിട്ടുണ്ട്. നീണ്ട 2 ദിവസം ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. കണ്ടിന്യൂസ്ലി 48 അവേഴ്സോളം ഞാൻ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തി. ഞാൻ ചത്ത്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, അതേ അവസ്ഥയിലാണുള്ളത്. അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് റൂമിൽ നല്ലപോലെ കിടന്നുറങ്ങണം. എനിക്ക് തലവേരെടുത്തിട്ട് മിണ്ടാനൊന്നും പറ്റില്ല. ഇപ്പോൾ സമയം ഉച്ചര ആയിട്ടുള്ളൂ. ഒരു 11 മണി ആയിട്ടുള്ളൂ. പക്ഷേ 11 ഒരു 11:30 ആയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ മെഴിച്ചിരിക്കും. അപ്പം രാത്രി വരെ ഞാൻ കഷ്ടപ്പെടണം. ലൈക്ക് എവിടെയും പോകാണ്ട് റെസ്റ്റ് എടുക്കാം, പക്ഷേ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അത് വലിയൊരു പ്രശ്നമാണ്. എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്നിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.